ഹലോ, ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ഔട്ട്ഡോർ ഷൂട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ ഡിഷ് എന്ന് പറയുന്നത് ഇലയടയാണ്. ഇലയട നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. പെട്ടെന്ന് വീട്ടിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിലും 4 മണി പലഹാരമൊക്കെ ആയിട്ടാണെങ്കിലും എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഇലയട എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്കിത് ഉണ്ടാക്കി തരാനായിട്ട് വരുന്നത് നമ്മുടെ സുനിത ചേച്ചിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ആവശ്യത്തിനുള്ള തേങ്ങയൊക്കെ ചിരണ്ടി എടുക്കാം. ആവശ്യത്തിനുള്ള ശർക്കരയും നമുക്ക് ചീകിയെടുക്കാം. ഇനി ഏലക്കായുടെ തോട് കളഞ്ഞിട്ട് അതിൻ്റെ പരിപ്പെടുത്ത് ജീരകവും 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കി എടുത്തിട്ട് ഇലയൊക്കെ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. നമുക്ക് ഇല വാട്ടിയെടുക്കാനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് 2-3 ഇല വീതം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വാട്ടിയെടുക്കാം. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മുക്കി പൊക്കി എടുത്താൽ മതി കേട്ടോ, തിളച്ച വെള്ളത്തിൽ. ഇല പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ വാട്ടിയെടുക്കുന്നത്. ഇനി ഇലയുടെ 4 വശം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഞരമ്പ്, ഈ കട്ടിയുള്ള ഭാഗമില്ലേ, ഇവിടം കട്ട് ചെയ്ത് പോകുന്ന രീതിയിൽ വേണം നമുക്ക് മുറിച്ചെടുക്കാൻ. അപ്പോൾ ഇത് നമുക്കൊന്ന് മടക്കിയിട്ട് ഒരു സമചതുരമായിട്ട് കിട്ടത്തക്ക രീതിയിൽ, ഒരു ചതുര ഷേപ്പിൽ കിട്ടുന്ന രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ വലിപ്പത്തിൽ, ഏകദേശം ഈ വലിപ്പത്തിലെല്ലാം കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ ഇലയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിപ്പൊടി കുഴച്ചെടുക്കണം. അരിപ്പൊടി കലക്കിയെടുക്കാനായിട്ട് നമ്മൾ 2 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അതും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ കൂടി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പച്ചവെള്ളം ഒഴിച്ച് ഇത് കുഴച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിച്ചൊഴിക്കണം, കൂടി പോകരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിങ്ങനെ അയച്ച് കുഴച്ചെടുക്കണം. ഒരുപാട് അയവിലല്ല, ഈ ഒരു പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കണം. ഇനി നമുക്ക് തേങ്ങയും ശർക്കരയും നമ്മൾ ഏലക്കായും പഞ്ചസാരയും ജീരകവും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്തൊന്ന് മിക്സാക്കി എടുക്കാം. ശർക്കരയും തേങ്ങയൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. മധുരം കുറച്ച് മതിയുള്ളവർക്ക് കുറച്ച് ചേർക്കാം. പിന്നെ നമ്മൾ പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായും ജീരകവും അതും കൂടി ഇതിലോട്ടിട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇങ്ങനെ അടയ്ക്കകത്ത് വയ്ക്കാനായിട്ട് ഇങ്ങനെ ഈ കൂട്ടുണ്ടാക്കി എടുക്കുന്നതിന് തീൻ വയ്ക്കുക എന്നാട്ടോ പറയുന്നത്. ഇഡലി പാത്രത്തിൽ ആവശ്യത്തിന് ഉള്ള വെള്ളം എടുത്തിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഇത് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് അട പരത്തി ഇതിനകത്തോട്ട് വയ്ക്കാം. ഇത് വാഴക്കൈയാണേ, അത് ഞാൻ ഇല കീറി എടുത്തിട്ട് ബാക്കിയുള്ളതണ്ട, അത് ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുക. അത് നമുക്ക് ആവശ്യമുണ്ട്, കാണിച്ചു തരാം. നമ്മുടെ വെള്ളം ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അടയൊക്കെ ഒന്ന് നിരത്തിയെടുക്കാം. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് നിരത്തി കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പീര വെച്ച് കൊടുക്കാം. എത്രത്തോളം നിങ്ങൾക്ക് വേണോ അതനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് മടക്കിയെടുക്കാം. മടക്കുന്ന കാണിച്ചു തരാം. ഈ കോണിങ്ങനെ നന്നായിട്ട് മടക്കുക. അതേപോലെ തന്നെ ഈ കോണും ഇങ്ങനെ മടക്കുക. അതിന് മടക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഈ വശം ഇങ്ങനെ. പിന്നെ നമുക്ക് അപ്പച്ചമ്പിലോട്ട് വെച്ച് കൊടുക്കാം.
കൈയൊന്നും പൊള്ളല്, ചെറുതായിട്ട് ആവി കയറി വരുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തത്, ഇനി നമുക്ക് ഇടയ്ക്ക് ഈ കമ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിന് എല്ലായിടത്തും ആവി ചെല്ലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ഇടയ്ക്ക് ഒരു ഇച്ചിരി ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. വാഴത്തണ്ട് ഇതൊക്കെ പഴയ അമ്മമാരൊക്കെ ചെയ്ത് കണ്ടിരിക്കുന്നതാണ്. ഇനി അടുത്ത ലെയർ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെക്കാം. ഇപ്പോൾ 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് വെന്തോന്നൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ അടയൊക്കെ വെന്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിനി ഓരോന്നായിട്ട് എടുത്തിങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത്ര സിമ്പിൾ ആയിട്ടാണല്ലേ നമ്മുടെ സുനിത ചേച്ചി ഇലയട ഉണ്ടാക്കിയത്. നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന ഭയങ്കര കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഇലയട എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പേജ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നത് വരെ ബൈ ബൈ.